ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൗതുകം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തല്ലോ അല്ലേ? ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. നോക്കാം നമുക്ക് ഇന്നത്തെ വീഡിയോ. ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അയാളുടെ മുടി വളരുന്നത് എന്തുകൊണ്ട്? നോക്കിയാലോ. മുടി മനുഷ്യ ശരീരത്തിൽ വളരെ പ്രധാനമാണ്. അവ ശരീരത്തിന് ആവശ്യമായ ചൂട് നൽകുകയും ത്വക്കിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ശരീരത്തെ ബാഹ്യാഘാതങ്ങളിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷിക്കുന്നത് രോമാവലി തന്നെയാണ്. സസ്തനികളുടെ സവിശേഷതയാണ് മുടി അഥവാ രോമം. മനുഷ്യരുടെ തലമുടി മാംസത്തിന്റെ 1/2 ഇഞ്ച് എന്ന കണക്കിനാണ് വളരുന്നത്. പ്രായപൂർത്തിയായ മനുഷ്യരിൽ തലയിലും കക്ഷങ്ങളിലും ഗുഹ്യഭാഗങ്ങളിലും മുടി വളരുന്നുണ്ട്. പുരുഷന്മാർക്ക് നെഞ്ചിലും മുഖത്തും രോമവളർച്ചയുണ്ട്. മുടിയുടെ ത്വക്കിന് മുകളിലെ ദൃശ്യമായ ഭാഗം ഷാഫ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഷാഫ്റ്റിന് 3 പാളികളാണ് ഉള്ളത്: ക്യൂട്ടിക്കിൾ, കോർട്ടെക്സ്, നെഡുല്ല. മുടിയുടെ അദൃശ്യമായ ഭാഗം റൂട്ടാണ്. റൂട്ട് മുഴുവൻ ഹെയർ ഫോളിക്കിൾ എന്നറിയപ്പെടുന്നു. ത്വക്കിനടിയിലുള്ള കുഴിയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഫോളിക്കിളിന് അടിഭാഗത്തായി പാപ്പില എന്നു പേരുള്ള മുഴയുണ്ട്. ഈ ഭാഗത്ത് നിന്നാണ് പുതിയ മുടികൾ ദ്രുതഗതിയിൽ വളരുന്നത്. പാപ്പിലയിലെ ഒരു ചെറിയ രക്തധമനിയുണ്ട്. ഇത് തലമുടിയുടെ മൂലത്തിന് ആവശ്യമായ പോഷണം നൽകുന്നു. മൂലത്തിന്റെ അടിഭാഗത്ത് പുതിയ കോശങ്ങൾക്ക് രൂപം നൽകിയാണ് മുടി വളരുന്നത്. പാപ്പിലയ്ക്ക് ചുറ്റും പുതിയ കോശങ്ങൾ ഉണ്ടാകുമ്പോൾ പഴയ കോശങ്ങൾ പുറത്തേക്ക് തള്ളപ്പെടുകയും നശിച്ചു പോവുകയും ചെയ്യുന്നു. കോശങ്ങൾ ആൾ മരിച്ചു കഴിഞ്ഞാലും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവയുടെ ഇന്ധനശേഷി പൂർണ്ണമായും ഇല്ലാതാകുന്നതുവരെ. അതാണ് ആൾ മരിച്ചു കഴിഞ്ഞാലും മുടി വളരാനുള്ള കാരണം.